വിശേഷങ്ങൾ. അപ്പം ഡെയിലി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരം നല്ല മഴയാട്ടോ. മഴയത്ത് അങ്ങനെ ഞങ്ങൾ മഴ കൂടുന്നതിന് മുന്നേ ഒന്ന് ടെറസിൽ കയറി ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ടെറസിൽ നിൽക്കാനായിട്ട്, ചെടിയുടെ ഒക്കെ ഇടയ്ക്ക്. അപ്പോൾ കുറച്ച് ചെടിക്കൊക്കെ ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട്. ഇന്നലെയും മഴയല്ലായിരുന്നോ, കാറ്റും മഴയൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചായഞ്ഞു. പക്ഷെ എന്തായാലും നല്ല സുഖമാട്ടോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനും ഉണ്ടാവും. അമരക്കയോ അല്ലെങ്കിൽ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്നും 2 ദിവസം മുമ്പേ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, ഷോർട്സ് ഇട്ടായിരുന്നു. അങ്ങനെ ഇന്നും അത്യാവശ്യം കുറച്ച് അമരക്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പച്ചമുളകൊന്നും ഞങ്ങൾ പിച്ചുന്നില്ല ഇപ്പം. അത് അവിടെ തന്നെ നിർത്തി നമ്മുടെ ഉണക്കി പൊടിക്കാൻ ഉള്ള ഒരു എക്സ്പെരിമെൻറ്റിൽ നിർത്തിയിരിക്കുക. അത് നടക്കുമെന്ന് അറിയണമല്ലോ. പിന്നെ ഈ എല്ലാം പച്ചമുളകും പിച്ചി എടുത്തിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയല്ലേ നമുക്ക് പിച്ചി എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. ഇത് ഒരുപാട് നമ്മൾ മരുന്നടിക്കാത്ത സാധനങ്ങളല്ലേ, മറ്റേ മരുന്നടിച്ച് വരുന്നതാണല്ലോ വർഷങ്ങളോളം ഇരിക്കുന്നത്. ടെറസിൽ നടക്കുന്ന പച്ചക്കറികൾക്കൊക്കെ ലൈഫ് സ്പാൻ കുറവാണ്. ഒരുപാട് കാലം നമുക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊടുക്കും. അപ്പം എല്ലാവർക്കും ഒരു സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ടെറസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം തക്കാളി തൈ വെച്ചതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല, എന്താണെന്നറിയില്ല. പച്ചമുളക് തൈയും കുറേ വെച്ചതിൽ കുറച്ചേ കിട്ടിയുള്ളൂ. ക്യാരറ്റ് പക്ഷെ നല്ല പോലെ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് നോക്കുന്നതുകൊണ്ടായിരിക്കണം 1-2 അതും ചീത്തയായിപ്പോയി. അപ്പം ഈ കിളിയൊക്കെ കൊത്തി കൊണ്ടുവന്നിടുന്നതിൻ്റെ എല്ലാ ഗ്രോ ബാഗിലും ഞങ്ങൾക്ക് മതിലിൽ വരെ തക്കാളിയുടെ തൈ കിളിച്ച് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റിൻ്റെ ആ ഒരു ഗ്രോ ബാഗിനകത്ത് ഇരുന്ന തക്കാളി തൈ. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലുതായപ്പോഴത്തേക്ക് അത് അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് പുതിയൊരു ഗ്രോ ബാഗിലോട്ട് വെച്ചത്. ഇത് തന്നെ കിളിച്ച് വന്നതാണ്. ഇങ്ങനെയും കുറേ ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. ആ പടവലങ്ങയുടെയൊക്കെ തൈയും പിന്നെ പച്ചമുളകിൻ്റെ തൈയൊക്കെ എവിടേക്കാണ് കിളിച്ച് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും വേണ്ടിയില്ല, ഇങ്ങോട്ട് ടെറസിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മനസ്സമാധാനമാണ്. അതുകൊണ്ട് ഇത് ക്യാപ്സിക്കത്തിൻ്റെ ആട്ടോ. ക്യാപ്സിക്കത്തിൻ്റെതും പൂ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ ചെടി കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവും. അതങ്ങ് ഒരുമാതിരി മുരടിച്ചിരിക്കുക. എന്നാലും വേണ്ടിയില്ല, കുറച്ച് മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ താഴോട്ട് പോവാം കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നാളെ. ബൈ.